Hello everyone, welcome back to Raj Talks. ദുരന്തർ ദ റിവെഞ്ച് റൈറ്റർ ഡയറക്ടർ ആദിത്യ ധർ. ദുരന്തർ നമ്മളെല്ലാവരും കണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയൊരു സിനിമ, മോസ്റ്റ് എവൈറ്റഡ് സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയാവുന്ന ദുരന്തർ ദ റിവെഞ്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റേഴ്സ്. ബട്ട് അതിൻ്റെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഫാക്ടേഴ്സും ഉണ്ട്. ഫസ്റ്റിൻ്റെ പ്രതീക്ഷ വെച്ച് പോയി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം സെക്കൻഡിന് അത്രയും ഇമ്പാക്റ്റ്ഫുൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു തിയേറ്റർ വാച്ചായിട്ട് തന്നെ തോന്നും. പക്ഷേ നിങ്ങളൊരു എന്താ പറയുക, വയലൻസ് ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് തിയേറ്ററിലിരുന്ന് വളരെ കഷ്ടപ്പെട്ട് സഫക്കേഷനോ പേടിയോ ഭയമോ എന്താ പറയുക എഴുന്നേറ്റ് ഓടാനോ ഒക്കെ തോന്നിയുന്ന ഒരാളാണെങ്കിൽ ദുരന്തർ 2 തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളൊരു പടമല്ല. കാരണം അതിനേക്കാൾ ഹൈ ഡോസിൽ കുറേ സാധനങ്ങൾ ഇതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. വയലൻസിന് വേണ്ടിയുള്ള വയലൻസ് ഉണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള വയലൻസ് ഉണ്ട്. എന്താണ് ഓർഗാനിക് വയലൻസ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. പക്ഷേ അമ്മാതിരി സംഭവങ്ങളൊക്കെ അതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടെക്നിക്കാലിറ്റി, സൗണ്ട് മിക്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെ 90s ജൂക്ക് ബോക്സ് പാട്ടുകൾ, നമ്മുടെ ഹമ്മിലെ ചുമ്മാ ചുമ്മാ ദേ ദേ, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. മറ്റേ നൈറ്റ് റൈഡറിലെ ഒരു BGM യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫസ്റ്റ് പാർട്ടിലും വന്നു കഴിഞ്ഞാൽ തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബ്രില്യൻ്റായിട്ട് വന്നിട്ടുണ്ട്. സോറി, അതിനു മുമ്പ് പരിചയപ്പെടുത്താനൊരു കാര്യം മറന്നു. ഇനി മുതൽ ഇവൻ എൻ്റെ സഹചാരിയാണ്. ഇന്ന് കിട്ടിയ ക്ലാസ്സാണ്. അപ്പം ജരാനരകൾ ബാധിച്ചതോടൊപ്പം അത് കണ്ണിനെയും അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് വിത്ത് ഗ്ലാസസ്. സോ ഒരിക്കൽ കൂടെ എൻ്റെ ഈ മുഖം ഞങ്ങളൊന്നുകൂടെ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെയാണ് ദുരന്തർ എനിക്ക് തോന്നിയത്. ഒരു എബോവ് ആവറേജ് വാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഇതിൻ്റെ ടെക്നിക്കാലിറ്റി, ഇതിൻ്റെ ബോംബ് എക്സ്പ്ലോഷൻസ് ഒക്കെ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഹൈ, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡയലോഗ്സ്, ഫസ്റ്റ് ഹാഫ്, ഇത് ഒരു 6 ചാപ്റ്ററോ 7 ചാപ്റ്ററോ എങ്ങായിട്ടായിട്ടാണ് ഇത് സംഭവം സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു റിവെഞ്ചിൽ തുടങ്ങി ഒരു റിവെഞ്ചിൽ അവസാനിക്കുക എന്നുള്ളൊരു രീതി, ഒരു ബാക്ക് സ്റ്റോറിയാണ്. 2000-ലെ ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്നൊരു സംഭവം, രൺവീർ സിംഗിൻ്റെ കുടുംബത്തിന് സംഭവിക്കുന്നത്, അതിനെ എങ്ങനെ പുള്ളി റിട്ടാലിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊരു ഫസ്റ്റ് സീനിൽ കാണിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ കിളിയല്ല പരുന്ത് പറന്നു പോകും. അത് അമ്മാതിരി രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഹൈ മൊമെൻ്റാണ്. പക്ഷേ അതിനകത്ത് അൾട്രാ എക്സ്ട്രീം വയലൻസ് ആണ്. ചില വെട്ടും കുത്തുമൊക്കെ എനിക്ക് സീറ്റിൽ ഞാൻ കണ്ണെടുത്തു, സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തിട്ടാണ് ഈ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി നല്ല രീതിയിൽ ഒരു ഹൈ പോയിൻ്റിൽ എൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ വരെയും, ഇനി അങ്ങോട്ട് പറയുന്നതിൽ തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. ഇൻ്റർവെൽ വരെയും നമ്മൾ വിചാരിക്കും, ഓ ഇതിനകത്ത് വെള്ളപൂശൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ട കാര്യങ്ങളൊന്നും വന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ കുറവുകൾ വളരെ ക്ലിയറായിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ പരിഹരിച്ചിട്ടുണ്ട്. വളരെ ക്ലിയറായിട്ടും ഒരു പക്ഷേ ഒരു ഗൂസ് ബംസ് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള പൊളിച്ചെഴുതലുകൾ, വെള്ളപൂശലെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, അമ്മാതിരി പരിപാടികളൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് തീർച്ചയായിട്ടും വരാം. സോ ഈ പടത്തിൻ്റെ ഒന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ളൊരു ഹൈലൈറ്റായിട്ട് തോന്നിയത് രൺവീർ സിംഗിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഫസ്റ്റ് ഇതിൽ അക്ഷയ് ഖന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ പുള്ളി ഇതിനകത്ത് ഹീറോ ആയിട്ട് തന്നെ നിന്ന് വെൽ പെർഫോം. പുള്ളിയുടെ ഇമോഷണൽ രംഗങ്ങളാണെങ്കിലും, എന്താ പറയുക, ഒരു ട്രെയിനിലിരുന്ന് ലോ ലൈറ്റ് ഇതിൽ പുള്ളിയുടെ കണ്ണുകൾ കൊണ്ട് മാത്രം ഒരു ഫാമിലിയുടെ സന്തോഷത്തെ നോക്കുന്ന ഇതാണെങ്കിലും, ഭാര്യയുടെ മുമ്പിൽ പൊട്ടിക്കരയുന്ന സാര അർജുൻ പുള്ളിക്കാരിയുടെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ഒരവസ്ഥയിലാണെങ്കിലും, അങ്ങനെ ഒരുപാട് ഇമോഷണൽ ബ്രേക്ക് ഡൗണിലൂടെ പോകുന്ന ഒരു എസ്പിനോച്ച് ക്യാരക്ടർ വളരെ വെൽ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദുരന്തറിൻ്റെ ഒരു ഫസ്റ്റ് അതിലെ ടെറൈൻ കാണിക്കുക, ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അപ്പോൾ അതിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറിപ്പോവുക, അപ്പോൾ അതിൽ വരുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതെല്ലാം ഈ പുള്ളിയിലൂടെ പോകുന്നത് കാണിക്കുന്നത്, രൺവീർ സിംഗിലൂടെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ അതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വില്ലൻ്റെ അഭാവം. അക്ഷയ് ഖന്ന പോലെ അത്രയും ഹൈ ഓറ നിൽക്കുന്ന അല്ലെങ്കിൽ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ളൊരു വില്ലൻ്റെ അഭാവം ഭയങ്കരമായിട്ട് ഈ സിനിമയെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. പിന്നെയും ഇതിനകത്ത് നിൽക്കുന്ന 2 വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് സഞ്ജയ് ദത്തിനെയും, അജയ് ദേവ്ഗൺ ഈ ഏരിയയിൽ പോലും ഇല്ല, സഞ്ജയ് ദത്തിനെയും അർജുൻ രാംപാലിനെയാണ്. അർജുൻ രാംപാൽ ശോകം പുള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു ബാഡ് പാരൻറ്റിങ് ബാക്ക് സ്റ്റോറിയൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്.
ആവശ്യമില്ലായിരുന്നു. അതങ്ങനെ വെറുതെ വിട്ടേക്കായിരുന്നു. പുള്ളി അല്ലാതെ കാണിച്ചാൽ തന്നെ അത് ഓക്കെ വിശ്വസനീയമായിരുന്നു. പക്ഷേ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് എന്തൊക്കെയോ എഴുതി കാണിച്ച് അതൊന്നും വർക്കാവാതെ പിന്നെ സഞ്ജയ് ദത്തിൻ്റെ പിന്നെയും എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഇതിനകത്ത് എത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. പുള്ളി സ്വാഭാവികമായിട്ടും പുള്ളി സാധാരണ സിനിമകളിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ് വന്ന് അഭിനയിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഹാവിങ് സെഡ് ദാറ്റ് ഒരു ഹൈ എനർജറ്റിക് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കറൻസി നിരോധനം അതൊക്കെ വെച്ചിട്ടൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിക്കും. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം ഇതിനകത്തൊരു ഫാക്ടറിയിൽ നമ്മുടെ നോട്ട് പ്രിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടൊരു പരിപാടി കാണിക്കുന്നുണ്ട്. അപ്പോൾ മോദിജി വന്നിട്ട് ചായ് വാല മിനിസ്റ്ററായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഇനി ഇപ്പോൾ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു മിനിസ്ട്രി വന്നിട്ടുണ്ടെന്ന് മാധവൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചായ് വാല വന്നിട്ട് ഈ ഫുൾ കള്ളനോട്ടിനെ പൊളിച്ചടുക്കി എന്നുള്ളൊരു നറേറ്റീവാണ് ഇവർ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് ഞാൻ വെള്ളപൂശൽ എന്ന് പറഞ്ഞത്. അതെനിക്ക് വെള്ളപൂശൽ എന്ന് തന്നെയാണ് തോന്നിയത്. കാരണം ആ കാലഘട്ടത്തിൽ നമ്മുടെ മലയാളം മീഡിയയിലെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIക്ക് കിട്ടേണ്ട 99% പണവും തിരിച്ചു കിട്ടി. അതിലൊന്നും തന്നെ കള്ളനോട്ടുകളുടെ പ്രസൻസ് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ കള്ളനോട്ടിൻ്റെ അപ്പോൾ അത് പൊളിയുന്നു, ആ വാദം പൊളിയുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് എൻ്റെ ബോധമണ്ഡലത്തിലുള്ള കള്ളനോട്ടിനെ പറ്റിയും നോട്ട് നിരോധനത്തിനെ പറ്റിയിട്ടുമുള്ള ഇത് ചിലപ്പോൾ തെറ്റായിരിക്കാം, എനിക്കറിയില്ല. ബട്ട് എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു വെള്ളപൂശലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പൊളിറ്റിക്സാണ്. ബട്ട് ഇതെല്ലാം കൂടെ എന്താ പറയുക മിക്സ് ചെയ്ത് വിളമ്പുന്നത് കൊണ്ട് അത് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് രൺവീർ സിംഗ് ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അക്ഷയ് ഖന്ന ഇല്ല. സഞ്ജയ് ദത്തും അർജുൻ രാമലിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സാര അർജുൻ വെറും റൊമാൻറ്റിക് വേഷം മാത്രമല്ല, പുള്ളിക്കാരിക്ക് ഇമോഷണൽ ബ്രേക്ക് ഡൗൺസും ഒരുപാട് ഇമോഷനിലൂടെ പോകുന്നൊരു വേഷമാണ്. അത് നന്നായിട്ട് പുള്ളിക്കാരി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ, അതിനുള്ള കാലിബറുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ സിനിമയിലെ ഷോ സ്റ്റീലർ ഫസ്റ്റ് പാർട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ രാകേഷ് ബേദി ആൻഡ് മാധവൻ. രാകേഷ് ബേദിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒട്ടനവധി പരിപാടികളുണ്ടടേ. അങ്ങേരുടെ ഡയലോഗും പുള്ളിയുടെ ചീത്തവിളിയും, അതായത് മാക്കി എല്ലാം ഉണ്ട്. പച്ചയ്ക്ക് തന്നെ വിളിച്ചിട്ടുണ്ട്. അത് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്ന രീതി, പുള്ളിയുടെ കുറേ എക്സ്പ്രഷൻസ് പരിപാടിയൊക്കെ ഉണ്ട്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ തുപ്പൽ നക്കി ഇങ്ങനെ കയ്യിലൊരു പരിപാടിയൊക്കെ കാണിക്കുന്ന രീതിയും, പുള്ളി കുറേ ഐഡിയയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇംഗ്ലീഷിൽ കുറേ ഡയലോഗൊക്കെ ഡെലിവർ ചെയ്യുന്നതും ഒക്കെ കോമഡിയാണ്. ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ മാധവൻ ബേസ്ഡ് ഓൺ എ ട്രൂ ക്യാരക്ടറാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇവർ ആദ്യം ഒരു 2 മിനിറ്റ് വന്ന് നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. അതായത് ആദിത്യധറോ ആരുടെയോ വോയിസ് ഓവറിൽ പറയുന്നുണ്ട് ഇത് വെറും ഫിക്ഷനാണ്, അതാണ് ഇതാണ്. പക്ഷേ റിയൽ ഫൂട്ടേജസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് തന്നെ ഫസ്റ്റിൽ കാണിച്ച അതേ പരിപാടി തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇവരുടെയൊക്കെ അടിപൊളി എന്താ പറയുക, പിന്നെ ഒരു അവസാനം ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഉള്ള കുറച്ച് സസ്പെൻസ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ ഒരു സിനിമാറ്റിക് വേർഷനിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റിൽ ഒരു റിയാലിറ്റി കുറേയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ സെക്കൻഡിലോട്ട് വരുമ്പോഴത്തേക്കും ക്ലൈമാക്സിനോട് അടുപ്പിച്ച് അർജുൻ റാംപാലുമായിട്ടുള്ള ക്യാരക്ടറിനെ ഒരു ഫാക്ടറിയിലോട്ട് പോകുന്നില്ല. ഇത്തവണ ഒരു കണ്ടെയ്നർ യാർഡിൽ, അത് തമിഴ് സിനിമയിൽ നമ്മൾ കണ്ടെയ്നർ യാർഡ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടുന്ന് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഗുഡ്സ് ഗോഡൗണിലോട്ടൊക്കെ പോയിട്ട് ഗുഡ്സ് ട്രെയിനിൻ്റെ ഇടയിലോട്ടൊക്കെ ഇട്ട് അടിയൊക്കെ ആയി എന്താ പറയുക, മാൻ ടു മാൻ ഫൈറ്റ്, നായകനും വില്ലനും മാത്രമായിട്ട് ഫൈറ്റ് ചെയ്യും. കാരണം ഇവരൊരു വലിയ ആംബുഷിൻ്റെ ഇടയ്ക്ക് നിന്ന് പോയിട്ടാണ് ഈ ഫൈറ്റ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്ലീഷേ കോമഡി ആയിട്ട് തോന്നി. അതിവൈകാരികത, ഭയങ്കരമായിട്ടുള്ള വയലൻസ്, കുത്തി നിറച്ച് ഓർഗാനിക് അല്ലാത്ത വയലൻസൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള വയലൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഫസ്റ്റ് പാർട്ടിൽ കുറച്ചുകൂടെ കൺവിൻസിങ് ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ അതിനകത്തുള്ള ഇമ്പാക്റ്റിൻ്റെ ഇരട്ടി ഇതിൽ കൊടുക്കണമെന്നുള്ളത് ഉണ്ടായിരുന്ന ഒരു വാശി പോലെ ഉണ്ടായിരുന്നു. ബട്ട് ടുവേർഡ്സ് ദ എൻഡ് ഇതൊരു നല്ലൊരു നോട്ടിൽ തീർത്തിട്ടുണ്ട്. ഇതിങ്ങനെ കാണ്ടമായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ തീർത്താലും തീരാതെ ഇതിങ്ങനെ പൊക്കോണ്ടിരിപ്പുണ്ട് സിനിമ. അവസാനം ഇതിനൊരു അന്ത്യമില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നിടത്താണ് ഇത് കൊണ്ടുവന്ന് നിർത്തുന്നതെന്ന് വേണമെങ്കിൽ തോന്നാം. ഹാവിങ് സെഡ് ദാറ്റ്, ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഫസ്റ്റ് എൻജോയ് ചെയ്ത ഏതൊരാൾക്കാർക്കും ഈ സെക്കൻഡ് പാർട്ടും തീർച്ചയായിട്ടും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട്
ആം, എന്താ പറയുക, ഒരു തിയേറ്റർ വാച്ച് തന്നെയാണ്. എനിക്ക് പക്ഷേ ഫസ്റ്റിൻ്റെ അത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. ഇതാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ റിവ്യൂവും ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസും നിങ്ങൾക്ക് ഫീൽ ചെയ്തത് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഞാനൊരു വെക്കേഷൻ മോഡിലാണ്. തുടരെ തുടരെ വീഡിയോകളുണ്ടാവില്ല, ബട്ട് എങ്കിലും തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം, കാരണം അതെൻ്റെ ആവശ്യമാണല്ലോ.